കാക്കൈ പിന്നെയും വന്നാണ് വീഡിയോ ആയിട്ട്. നമ്മളെ എത്ര പേര് നാസറോ നാസറാക്ക മൂപ്പര് വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാനാ പിന്നെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ എന്നാലേ നല്ല പറയാണ്ടാവും കരുതിനു. അപ്പൊ അതില് അധികം പറഞ്ഞു ഞാൻ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, അതന്നെയാണ് കാര്യമായിട്ട് പറയുന്നത്. പക്ഷെ അതിലും വലിയ രസം എന്താണ്, എന്തിനാ മൂപ്പര് വീഡിയോ ആയിട്ട് വന്നത്? ഹക്കീം അസരി ഉസ്താദിന്റെ ഹക്കീം അസരി ഉസ്താദ് മരിച്ചാളെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ടാണ് മൂപ്പര്, അതാണ് മൂപ്പര് വിഷയം. പക്ഷെ ഉസ്താദ് പറയുന്ന ക്ലിപ്പ് മൂപ്പര് ഫുള്ള് ഇടാതെ മൂപ്പരാണ് പറഞ്ഞിരിക്കുക മരിച്ചോലെ ദീപിച്ചിട്ടുണ്ട് അവിടെ അറിഞ്ഞാണ്ട് വന്നിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫുൾ ഭാഗം ഇപ്പം നമ്മൾ ഇട്ട് കേൾപ്പിച്ചു. മൂപ്പർക്ക് കാര്യം ബോധ്യപ്പെട്ടു. മൂപ്പര് പറയണത് ഇപ്പം എന്താ വെച്ചാൽ ചിത്രമുള്ള കിട്ടിയിട്ട് അതാണ് വിഷയം. ആ ചിത്രമുള്ള കിട്ടിയിട്ട് അപ്പം ആ കിട്ടിയിട്ട് അപ്പുറത്തുണ്ടല്ലോ എന്ന് ചിന്തിക്കണം. നമ്മളൊരു വിഷയം പറയുമ്പോൾ ചിന്തിക്കണം. ആ ചിന്തിക്കാതെ അങ്ങനെ വീഡിയോ ചെയ്തതാണ് പ്രശ്നം. അപ്പം മൂപ്പര് അതിലെ അഭിപ്രായം ഒന്നും പറയണില്ല. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് ഇപ്പം എന്താന്ന് വെച്ചാൽ മൂപ്പര് മരിച്ചോലെ നീപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാണ്ട് മൂപ്പരെന്നെ പറയുന്നത് എന്താണ്, ഞാൻ മരണത്തിന്റെ വക്കിന്ന് നീച്ചോന്നാവാണ്. ഈ വീഡിയോ തന്നെ പറയണ്ടേ ലാസ്റ്റ് വീഡിയോയില് മൂപ്പര് ആകത്തുക ഇവിടെ മരിച്ചോലെ ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പരെന്നെ പിന്നെ പറയാനേ എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ്ട് ഞാൻ മരണത്തിന്റെ വക്കിന്ന് നീച്ചോന്നാളാണ്, മരിച്ചോന്ന് കരുതിയതാണ്. അപ്പൊ ഈ ഒരു പ്രയോഗം തന്നെയാണ് ഹക്കീം ഉസ്താദും അവിടെ. അതെ, നമ്മള് ഇങ്ങനെ പറയാലോ മരിച്ചു ജീവിച്ചാണെന്ന് പറയില്ലേ, അങ്ങനെ പ്രയോഗമാണ് അത്. അപ്പൊ ഇയാളിപ്പോ പറഞ്ഞു വന്നപ്പോ എത്തായി മൂപ്പരിപ്പോ മരണത്തിന്റെ വക്കിന്ന് നീച്ചോന്നാണ്. മറുപടി അത്തരം പ്രയോഗങ്ങളാണ് നടത്തിയില്ലേ. അത് കേട്ടോ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പോൾ വലിയൊരു സർജറി ഒക്കെ കഴിഞ്ഞ് കാണ്ടി മരണത്തിൻ്റെ വക്കിന്ന് തിരിച്ചു വന്നതാ. ഇനി തുടർന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നുമില്ല. ഒരാഴ്ച, 2 ആഴ്ച, 10 ദിവസമോ 1 മാസമോ അത്രയൊക്കെ പ്രതീക്ഷയുള്ളൂ. അതിന് മേപ്പെട്ടൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ മൂപ്പര് അതിൽ കുറെ ഇങ്ങനെ പ്രാർത്ഥന, ആരാധന, ഖബറിനെ ആരാധിക്കുക. പൊന്നാറിന്റെ കാക്ക, ഞാൻ മലപ്പുറം ജില്ലക്കാരനാട്ടോ, അതുകൊണ്ട് കാക്ക എന്നൊക്കെ വിളിച്ചു. അപ്പൊ കാക്ക ഈ ഖബറിനെ ആരാധിക്കണം എന്നുള്ളത് ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ അതാണ് വല്ലാതെ പറഞ്ഞത്, ഖബറിനെ ആരാധിക്കുക, മക്ബറ, ജാറം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഇസ്ലാമിൽ മക്ബറകളുണ്ട്, ജാറങ്ങളുണ്ട് ഇല്ലേ? ലോകത്തെ ഏറ്റവും വലിയ ജാറം നിങ്ങൾ പോയിക്കണമെന്ന് എനിക്കറിയില്ല, മദീനത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറം, അതാണ് ലോകത്തെ ഏറ്റവും വലിയ ജാറം. ആ ജാറത്തിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ, ലോക മുസ്ലിമീങ്ങളെ ആ മദീന സിയാറത്ത് ചെയ്യുമ്പോൾ ആ പച്ചക്കുബ്ബയിലേക്കൊക്കെ നോക്കലേ, ഇതാണ് ജാറം പറഞ്ഞാൽ അതാണ് ചാക്ക. നിങ്ങൾ എന്താ പറയുക, ജാറം, മക്ബറ, മക്കാമ്, ഖബർ എന്നൊക്കെ നിങ്ങൾ എല്ലാം പാടങ്ങനെ എന്താ ഇപ്പം നിങ്ങൾ വിചാരിച്ചാവോ? ഇതൊക്കെ ഒന്ന് തന്നെയാണ് ആക്ക, അത് ഉണ്ട്. ഓക്കെ, അപ്പം ഇസ്ലാമിൽ ജാറങ്ങളുണ്ട്. ആ ജാറത്തുങ്ങൾ വിശ്വാസികൾ പോയാലേ, വിശ്വാസമുള്ളവർ പോയാലേ എന്താണ് അവർക്ക് അവിടുന്ന് ഇത് കിട്ടും, അതിനുള്ള പ്രതിഫലവും കാര്യങ്ങളും കിട്ടും. അതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. അതിനൊന്നും ഇപ്പോൾ ആയത്തും ഹദീസൊന്നും ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ തോന്നുന്നത്. നിങ്ങൾ ഏതോ ഒരു വഹാബി ഖബർ ആരാധിക്കുക, ജാറം ഇത് പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഖബറിനെ ഒരാളും ആരാധിക്കണില്ല. അവിടെ ചെന്നിട്ട് അമ്പിയാക്കള്, ഔലിയാക്കള് അവർ മരണപ്പെട്ടാലും അവർക്ക് സഹായിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ലോക മുസ്ലിമീങ്ങൾക്കുള്ളത്, സുന്നികൾക്കുള്ളത്. കാരണം വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നമാ വലിയുക്കുമുല്ലാഹ്, നിശ്ചയമായും നിങ്ങളെ സഹായി അള്ളാഹു ആണ്. അള്ളാഹു തആല തന്നെ പറയാം, വ റസൂലുഹു, അള്ളാഹു തആലാന്റെ കൂടെ വ റസൂലുഹു, റസൂലുമാണ് നിങ്ങളെ സഹായി. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും റാക്കിഊൻ, നിസ്കാരം, നോമ്പും സക്കാത്തൊക്കെ നിലനിർത്തുന്ന മുഅ്മിനീങ്ങളുമാണ് നിങ്ങളെ സഹായി എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറയുമ്പോൾ, ആ നിലക്കാണ് അത് മരണപ്പെട്ടു പോയാലും ജീവിതത്തിലാണെങ്കിലും അവർക്ക് സഹായിക്കാൻ കഴിയും. കാരണം ഈ സഹായിക്കാൻ കഴിവുള്ളത് കറാമത്ത്, മുഅ്ജിസത്ത് മുഖേനയാണ്. അത് അള്ളാഹു തആല കൊടുക്കുന്നതാണ്, അതുകൊണ്ടാണ് കഴിയുന്നത്. ഇതിനൊക്കെ കഴിവ് അള്ളാഹു തആലക്കുണ്ടല്ലോ. ആ കഴിവ് അനുസരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ മക്കാമിലും മക്ബറകളിലൊക്കെ, കാരണം അള്ളാഹു തആലാന്റെ ഔലിയാക്കളാണ്, അവർക്ക് കഴിയും. ജീവിതകാലത്ത് ഒരുപാട് സഹായിച്ച് എത്രയോ ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭൗതിക മാർഗത്തിലൂടെ സഹായിച്ചത് എത്രയോ ഉണ്ട്, വഫാത്തിന് ശേഷവും സഹായിച്ചതുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഇസ്ലാമിന് തെളിവുള്ളത് കൊണ്ടാണ് അവിടെ പോയിട്ട് ആരാധിക്കല്ല, സഹായതേട്ടം നടത്തുകയാണ്. ഓക്കെ,
അതാണ് ചെയ്യുന്നത്. ആരാധന അള്ളാഹു താലാനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ. അള്ളാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കാൻ പാടില്ല. അതല്ലേ സുന്നികൾ എപ്പോഴും ചെല്ലുന്ന ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു താല അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ഇത് വിശ്വസിക്കുന്ന ആൾക്കാരാ സുന്നികളെ. ആ സുന്നികൾ ഒരു മക്ബറയും ഒരു ഖബറിനെയും ആരാധിക്കൂല കാക്ക. അതൊക്കെ നിങ്ങൾ വെറും പൊട്ടത്തരം പറയണമെന്ന് ഇപ്പം ഞാൻ പറയണില്ല, നിങ്ങൾ മനസ്സിലാക്കണം അത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പറയുന്നത് ഖബറിനെ ആരാധിക്കുക, അങ്ങനെ ഖബറിനെ ആരാധിക്കണം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽപ്പെട്ട ഏതെങ്കിലും എപ്പിക്കാരാകട്ടെ ഈക്കക്കാരാകട്ടെ ഏതെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് നിങ്ങൾ തെളിയിച്ചെന്നാൽ നിങ്ങളിപ്പോൾ അത് ഊന്നി പറയണ്ടേ. തെളിയിച്ചെന്നാലേ ഈ ഉള്ളം കജിന്ന് രോമണ് പറിച്ചു വരും കാക്ക ഞാൻ. ഓക്കെ, അപ്പൊ ആകെ തുക ഇപ്പൊ നിങ്ങൾ മച്ചിമ വന്നതാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു മരണത്തിന്റെ വക്കുന്ന നീച്ചൊന്നും. ഇതാണ് ആ പ്രയോഗം. ആ പ്രയോഗം തന്നെ ഹക്കീം അസർ ഉസ്താദ് അത് നിങ്ങൾ ഫുള്ള് ഇട്ടില്ല. അതാണ് ഇപ്പൊ ഇവിടെ ആകെ പിന്നെ വശപശക ഉണ്ടായത്. ഓക്കെ.